സാധാരണ രീതിയിൽ മമ്മൂക്കയുടെ സിനിമകൾക്ക് ഡൂപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ടിനി ടോം ആയിരുന്നു. അപ്പോൾ അണ്ണൻ തമ്പി എന്ന് പറയുന്ന സിനിമ, അതുപോലെ തന്നെ മറ്റുള്ള ഡബിൾ റോളായിട്ട് വന്നിട്ടുള്ള സിനിമകൾക്കൊക്കെ ഡൂപ്പായിട്ട് ചെയ്യേണ്ടത് ടിനി ടോം തന്നെയായിരുന്നു കൂടുതൽ പെർഫെക്റ്റ് മാച്ച് എന്നുള്ളതൊക്കെ നമുക്ക് മലയാളികൾക്കറിയാം. കാര്യം ടിനി ടോമിനെ നമ്മൾ ഒരുപാട് കളിയാക്കുന്നവരുണ്ട് എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചാൻസിലേക്ക്, ആ ഒരു റോളിലേക്ക് ടിങ്കിൾ സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ആർട്ടിസ്റ്റ് വന്നിരിക്കുകയാണ്. രേഖാചിത്രം എന്ന് പറയുന്ന ആസിഫ് അലിയുടെ ഈ അടുത്തിറങ്ങിയിട്ടുള്ള സിനിമയിൽ മമ്മൂക്കയുടെ പഴയ കാലഘട്ടം കാണിക്കുന്ന ആ ഒരു സിനിമയുടെ കുറച്ച് പോർഷൻസ് ഉണ്ട്. അതിലേക്ക് കൃത്യമായ രീതിയിൽ കറക്റ്റായിട്ട് അളന്ന് മുറിച്ച പോലെ മമ്മൂക്കയ്ക്ക് ഡൂപ്പായിട്ട് വന്നിരിക്കുന്നത് ടിങ്കിൾ സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ ഇപ്പോൾ ചാനലുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ടിക്ടോക്കൊക്കെ ഉള്ള സമയത്താണ് അദ്ദേഹം വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഏകദേശം അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. നല്ല നല്ല വീഡിയോകളുണ്ട്. മമ്മൂക്കയ്ക്ക് ഡൂപ്പായിട്ട് കറക്റ്റ് പെർഫെക്റ്റായിട്ട് ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ, അതേ ഒരു കൗളും അദ്ദേഹത്തിൻ്റെ ആ ഒരു സൈഡ് പോർഷനൊക്കെ വരുമ്പോൾ കറക്റ്റാണ്. ഇപ്പോഴത്തെ ബോഡി ലാംഗ്വേജ് ഒക്കെ കറക്റ്റാക്കിയിട്ട് കുറച്ച് വെയിറ്റൊക്കെ കുറച്ച് അദ്ദേഹം മമ്മൂക്കയുടെ ആ ഒരു ഡൂപ്പിന് വേണ്ടിയിട്ട് അത്രമാത്രം എഫേർട്ട് എടുത്തിട്ട് ഈ ഒരു സിനിമയിലേക്ക് അദ്ദേഹത്തിന് ചാൻസ് കിട്ടിയപ്പോൾ അത് കൃത്യമായ രീതിയിൽ തന്നെ അത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ടിനിയെക്കുറിച്ച് എടുത്തു പറയാനുള്ള കാരണം, നമുക്ക് സാധാരണ രീതിയിൽ മമ്മൂക്കയുടെ ഒരു സിനിമയുടെ ഡൂപ്പ് എപ്പോഴും മലയാളി പ്രേക്ഷകർ കൂടുതലായിട്ട് ടിനി ടോമിനെയാണ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നതും പൊതുവെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ സാങ്കേതിക മികവിലൂടെ, അതായത് ഇപ്പോഴത്തെ ടെക്നോളജി AI എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പിലൂടെ മമ്മൂക്കയുടെ ഡൂപ്പിനെ കാണിച്ചപ്പോൾ, അല്ലെങ്കിൽ മമ്മൂക്കയെ കാണിച്ചപ്പോൾ സ്ക്രീനുകളിൽ ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. സിനിമ കാണുമ്പോൾ ശരിക്കും മമ്മൂട്ടി തന്നെയാണോ ഈ ഒരു പോർഷൻ ചെയ്തത് എന്നുള്ളത് വരെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഏജിൻ്റെ ഒരു ഡിഫറൻസ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത് മമ്മൂക്കയല്ല, അതൊരു AI വെച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പരിപാടിയാണെന്നുള്ളത് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് മമ്മൂക്കയുടെ ഈ ഒരു ലൈഫിൽ, അതായത് മമ്മൂക്കയെ അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്തിട്ട് ടിക്ടോക്കും വീഡിയോസുകളൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡ് കൂടിയാണ് ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളത്. അത് അത്ര കൃത്യമായ രീതിയിൽ ആ സിനിമയിൽ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഇതിലെങ്ങനെയാണ് ആ മമ്മൂക്കയുടെ ആ ഒരു പോർഷൻ അയാൾ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര കൃത്യമായിട്ടാണ് നമുക്ക് തോന്നിയത് എന്നുള്ളൊരു അഭിപ്രായം കൂടി വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ അറിയിക്കുക.